പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് തല അദാലത്ത് ഉടൻ ആരംഭിക്കും. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിനു സീധർ ഇപ്പോൾ വിമൻസ് കോളേജിലുണ്ട്. റിനു സീധർ, വെരി ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി എത്താറായോ? എപ്പോഴാണ് ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്? ഈ താലൂക്ക് തല അദാലത്തിന് വലിയ ക്രമീകരണങ്ങളായിരിക്കും സംസ്ഥാനത്തുടനീളം ഏർപ്പെടുത്തുക. പല ദിവസങ്ങളിൽ പല ജില്ലകളിൽ പല മന്ത്രിമാരായിരിക്കും താലൂക്ക് തലത്തിൽ ഈ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുക. അതിൽ ചില പരാതികൾ കേൾക്കില്ല എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പട്ടയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊഴിച്ച് മിക്കവാറും എല്ലാ വിഷയങ്ങളും ജനങ്ങൾക്ക് ഈ അതാത് മന്ത്രിമാരുള്ള താലൂക്കിലെ അദാലത്തിൽ പോയി പറഞ്ഞാൽ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അതുവഴി പരിഹാരം കിട്ടും. അതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ റിനു? തീർച്ചയായും അരുൺകുമാർ, മന്ത്രിമാർ നേരിട്ട് തന്നെ താലൂക്ക് മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ പരാതികൾ കേൾക്കുക എന്നുള്ളതാണ് ഈ ഒരു കരുതലും കൈത്താങ്ങും എന്ന് പറയുന്ന പരിപാടിയുടെ ലക്ഷ്യമിടുന്നത്. അല്പസമയത്തിനകം തന്നെ 10 മണിക്ക് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം വിമൻസ് കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ കൃത്യമായും പരാതികൾ, അതായത് അക്ഷയ സെന്ററുകൾ വഴി, അതുപോലെ തന്നെ കരുതൽ എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയും, ഒപ്പം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് വഴിയും ജനങ്ങൾക്ക് പരാതി നൽകാം. നിലവിൽ ഇന്നിപ്പോൾ ഇവിടെ മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ GR അനിലുമാണ് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുന്നത്. കൃത്യമായി തന്നെ അതിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 13-ാം തീയതി വരെയാണ് ഈ അദാലത്ത് നീണ്ടു നിൽക്കുന്നത്. താലൂക്ക് തലങ്ങളിൽ ഓരോ ജില്ലകളിലും 2 മന്ത്രിമാർ വച്ച ഈ പരാതികൾ കേൾക്കും എന്നുള്ള ഒരു അറിയിപ്പും നൽകിയിട്ടുണ്ട്. കൃത്യമായി തന്നെ പരാതികൾ, അതായത് പോർട്ടൽ വഴി ലഭിക്കുന്ന പരാതികൾ അതാത് സെക്ഷനുകളിലേക്ക് പോർട്ടൽ വഴി തന്നെ കൈമാറി സെക്ഷനുകളിലേക്ക് നൽകും. ഒപ്പം അല്ലാതെ കിട്ടുന്ന പരാതികളും അതാത് സെക്ഷനുകളിലേക്ക് നൽകി ഉടനടി പരിഹാരം കാണാൻ കഴിയുന്നത് ഇവിടെ വെച്ച് തന്നെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അതിന് പരിഹാരം കണ്ട് മടക്കുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ ജില്ലകളിലും ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന തലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമൻസ് കോളേജിൽ നിർവഹിക്കും. അരുൺകുമാർ. റിനു, പരാതി കൊടുക്കാൻ വേണ്ടി പൊതുജനങ്ങൾ എത്തുന്നുണ്ടോ വിമൻസ് കോളേജിലേക്ക്? ഇന്ന് അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടോ? തീർച്ചയായും പരാതി നൽകുന്നതിന് വേണ്ടി നിലവിലിപ്പോൾ എത്തിയവർ അകത്തേക്ക് ഹാളിലേക്ക് കടന്നിട്ടുണ്ട്. പരാതികൾ എല്ലാം തന്നെ ഈ ഹെൽപ്പ് ഡെസ്കുകളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. പക്ഷേ നമുക്കൊരു ഉയർന്ന ഉദ്യോഗസ്ഥർ മാത്രമേ പ്രതികരിക്കൂ എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പം പരാതി നൽകുവാൻ വേണ്ടി എത്തിയവരെല്ലാം തന്നെ പരാതി ഈ ഹെൽപ്പ് ഡെസ്കിൽ നൽകിയ പരാതിക്കാരെല്ലാം തന്നെ അകത്ത് ഹാളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവർക്ക് ടോക്കൺ നമ്പർ നൽകിയിട്ടുണ്ട്. ഈ ടോക്കൺ നമ്പർ വെച്ചായിരിക്കും അതാത് സെക്ഷനുകളിലേക്ക് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ മന്ത്രിമാർ പരാതി കേൾക്കുന്നതിന് വേണ്ടി വിളിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ടോക്കണുകൾ ക്രമീകരിച്ച് നൽകിയിട്ടും തിരുവനന്തപുരം മുതൽ 14. ഇന്ന് 2 മന്ത്രിമാരാണോ ഇവിടെയുള്ളത്? അതോ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചു പോയാലും അദാലത്ത് വിമൻസ് കോളേജിലാണോ തുടരുക? തീർച്ചയായും ഇന്നിപ്പോൾ അദാലത്ത് തിരുവനന്തപുരം ജില്ലയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരം താലൂക്കിലെ അദാലത്താണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞു പോയതിനു ശേഷം മന്ത്രി GR അനിലും അതുപോലെ തന്നെ മന്ത്രി V ശിവൻകുട്ടിയും പൂർണ്ണ സമയം ഈ അദാലത്തിൽ പങ്കെടുക്കും. പൂർണ്ണ സമയം ഈ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുമെന്നുള്ളതാണ്. അതിൽ കൃത്യമായി തന്നെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പരാതികളും പരിഹരിക്കില്ല എന്നുള്ളത് കൃത്യമായി നേരത്തെ തന്നെ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. വാർഡ് തലത്തിൽ അടിസ്ഥാനത്തിൽ കൌൺസിലർമാരെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് അതിനുള്ള കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതിൽ കേൾക്കേണ്ട പരാതികൾ കൃത്യമായി എന്താണ് എന്നുള്ളത്, ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വയോജന സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിവിധ ആനുകൂല്യങ്ങൾ, മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവ, ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഇവർക്ക് നൽകിയിട്ടുണ്ട്, ഈ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഇവിടെ തീർപ്പാക്കുന്നത്. അതിൽ ഉടനടി, അതായത് ഈ പരാതി ലഭിച്ചാൽ അത് വായിച്ചു കേട്ട് ഉദ്യോഗസ്ഥരെ കണ്ട് ഉടനടി ഇവിടെ വെച്ച് പരിഹരിക്കാൻ കഴിയുന്നവ ഇവിടെ വെച്ച് തന്നെ പരിഹരിച്ചു പോകും. ഒപ്പം ഉദ്യോഗസ്ഥ തലത്തിൽ ഓഫീസുകളിൽ
സ്ഥലത്തെത്തി അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധിച്ച് പരിഹരിക്കേണ്ടതാണെങ്കിൽ ആ തരത്തിൽ ആ സെക്ഷനുകളിലേക്ക് കൈമാറി ഇത്ര ദിവസത്തിനകം അത് പരിഹരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. മുഖ്യമന്ത്രി എത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാം. നമുക്കൊപ്പം റിനു ആണ് ചേർന്നത്. താലൂക്ക് തലത്തിൽ എല്ലാ മന്ത്രിമാരും എല്ലാ താലൂക്കിലും എത്തും കേട്ടോ. 13-ാം തീയതി വരെയാണ് ഈ പരിപാടി. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുക. അതാത് താലൂക്കുകളിൽ മന്ത്രിമാർ എത്തുന്നുണ്ട്. മന്ത്രിമാരുടെ ഈ അദാലത്തിൽ പോയി പറഞ്ഞാൽ അപ്പോൾ തന്നെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ തന്നെ നടപടികളിലേക്ക് കടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പട്ടയമടക്കമുള്ള കാര്യങ്ങളൊന്നും അതിലൂടെ എടുക്കില്ല. അതൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളാണല്ലോ. ഇതിന് ആ പദ്ധതി കിട്ടിയിരിക്കുന്ന പേര് കരുതലും കൈത്താങ്ങും എന്നുള്ളതാണ്. നമ്മൾ സമാനമായ നവകേരള സദസ്സിലെ ചില താങ്ങലൊക്കെ കണ്ടായിരുന്നു. നമ്മളതിൻ്റെ പേര് രക്ഷാപ്രവർത്തനം എന്നാണ് ചിലരൊക്കെ വിളിച്ചത്. അതുപോലൊന്നും ഇവിടെ ഉണ്ടാവത്തില്ലായിരിക്കും അല്ലേ? അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് തന്നെ നമുക്ക് കരുതുകയും ചെയ്യാം.